ഇറയത്ത് മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളിൽ ആരോ വന്ന് പറഞ്ഞത് അവൻ മരിച്ചെന്ന്. കൊന്നതാത്രേ, ആരോ കത്തികൊണ്ട് കുത്തിക്കൊന്നതാത്രേ. ഉടലാകെ വിറച്ച് ഉയിരടർന്നു പോകുന്ന വേദനയിൽ ഞാൻ പിന്നെയും ഏറെ നേരം ഒരേ ഇരിപ്പിരുന്നു. കാലുകൾക്ക് ചലനം നഷ്ടപ്പെട്ടിരുന്നു, ശരീരത്തിന് ഊർജവും. മുന്നോട്ടായാൻ മനസ്സ് കുതിച്ചിട്ടും ശരീരം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പാടുപെട്ട് എങ്ങനെയോ എണീറ്റ് നിന്നു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. കവല വരെ വേച്ചും വീണും ഞാൻ എത്തുമ്പോൾ ജനക്കൂട്ടം ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. പരസ്പരം അവൻ്റെ നല്ലതോ ചീത്തയോ പിറുപിറുക്കുന്ന നാട്ടുകാരെ വകഞ്ഞു മാറ്റി ഞാൻ മുന്നോട്ടെത്തി. ചോരയിൽ കുളിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെ പോകാൻ കഴിഞ്ഞു? 6 ആഴ്ച മുമ്പ് മനം പുരട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് സംശയമുണ്ടായിരുന്നു. അവനോട് പറഞ്ഞപ്പോൾ പേടിക്കണ്ട, 3-ാം മാസം ആവും മുമ്പ് വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. മോളോ മോനോ, പ്രസവം ഒക്കെ അവൻ നന്നായി നോക്കിക്കൊള്ളാമെന്നും ഇതിനിടയിൽ മഞ്ഞ ചരടിലൊരു സ്വർണ്ണ താലിയിട്ട് കഴുത്തിൽ കെട്ടിത്തരാമെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് ദേ ഇപ്പോഴൊരു വാക്കും പറയാതെ പോയിരിക്കുന്നു. അടിവയറ്റിലൊന്ന് കൈവച്ച് നോക്കി. ഒരു കുഞ്ഞു ഹൃദയം അവിടെ മിടിച്ചു തുടങ്ങിയെന്ന് എന്തിനോ ഞാൻ ഉറപ്പുവരുത്തി. രക്തം പുരണ്ട കൈകൾ ചലിക്കുന്നതായും അവൻ കണ്ണുകൾ തുറക്കുന്നതായും എനിക്ക് തോന്നി. അവന് ജീവനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ കരഞ്ഞു. കണ്ണടഞ്ഞു പോകും വരെ ഉറക്കെ കരയുന്ന എന്നെ അത്ഭുതത്തോടെ നോക്കിയ കണ്ണുകൾ ഓർമ്മയിലുണ്ട്. ബോധം വീഴുമ്പോൾ ഞാനൊരു ഇരുട്ടുമുറിയിലായിരുന്നു. കണ്ണു തുറന്ന ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ചുറ്റും രക്തത്തിൻ്റെ ഗന്ധം വമിക്കുന്നത് പോലെ തോന്നി എനിക്ക്. ആഞ്ഞുമുട്ടിയ വാതിലൊന്നും ആരും തുറന്നു തന്നില്ല. തൊണ്ട പൊട്ടി നിലവിളിച്ചിട്ടും ആരും കേട്ടതുമില്ല. എൻ്റെ ഉള്ളിൽ മുഴുവൻ അവസാനം കണ്ട കാഴ്ചയായിരുന്നു. ഒടുവിൽ വാതിലിനൊരു വെളിച്ചം വീണതും എന്താടി ആ ചത്തുപോയ തെമ്മാടിയായിട്ട് ബന്ധം എന്നൊരു ശബ്ദവും കവിള് പുകഞ്ഞൊരു അടിയും കിട്ടി. കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞേട്ടനായിരുന്നു. ഏട്ടത്തെയും അമ്മയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഏട്ടൻ കലിതുള്ളി വന്ന് മുടിക്കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ പൊന്നോമനയ്ക്ക് നോവല്ലേ എന്നോർത്ത് ഞാൻ എൻ്റെ അടിവയർ മറച്ചു പിടിച്ചിരുന്നു. അമ്മയും ഏട്ടത്തിമാരും ശകാരിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും എന്തൊക്കെയോ സംസാരിച്ചു. ഞാൻ അതൊന്നും കേട്ടിരുന്നില്ല. എൻ്റെ ഉള്ളു നിറയെ ആദിയായിരുന്നു. 3-ാം മാസം തികയും മുമ്പ് വന്ന് കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞവൻ മരിച്ചു കിടന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടത് ഓർമ്മയിലേക്ക് വാളിൻ്റെ മൂർച്ചയോടെ കടന്നു വന്നു. അവൻ മരിച്ചിട്ടും എന്നെ മുറിയിൽ തന്നെ പൂട്ടിയിട്ടു. മെല്ലെ വീർത്തു വന്ന വയർ കണ്ട് അമ്മ വാവിട്ട് കരഞ്ഞു. ഉമ്മറത്തെ ചാരുകസേരയിൽ അച്ഛൻ തളർന്നിരുന്നു. ചെറിയേട്ടനൊഴികെ ആരും എന്നോട് മിണ്ടാതെയായി. ചെറിയേട്ടൻ ഇടയ്ക്ക് വന്ന് കവിളും കണ്ണുമൊക്കെ പുകയുന്നത് പോലെ തല്ലും. അപ്പോൾ മാത്രം എന്നോട് സംസാരിക്കുകയും ചെയ്തു. പിഴച്ചവളെ എന്ന വിളി കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ടായിരുന്നു. ആണൊരുത്തൻ്റെ രക്തമാണ്. എൻ്റെ കുഞ്ഞിന് അച്ഛനുണ്ട്. ദേഹമേ പോയുള്ളൂ. ദേഹിയെ ചുമന്നുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട്. പിന്നെയുള്ളത് 10 മാസം. ഞാൻ വെളിച്ചം കാണുന്നത് ആഹാരം തരാനോ തല്ലാനോ ആരെങ്കിലും വാതിൽ തുറക്കുമ്പോഴോ അടിച്ചു തളിക്കാൻ വരുന്ന സ്ത്രീ വാതിൽ തുറക്കുമ്പോഴുമായിരുന്നു. എന്നോടല്പം അലിവ് കാട്ടിയിരുന്നത് അവർ മാത്രമായിരുന്നു. പുറത്തു നടക്കുന്ന വിശേഷങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ വെളിച്ചം വീഴുന്നയിടത്തേക്ക് നോക്കിയിരിക്കും. ഒരു തുലാം വർഷം കനത്തു തുടങ്ങിയപ്പോഴായിരുന്നു എനിക്ക് അടിവയറ്റിൽ ശക്തമായ വേദന തോന്നിയത്. അലറി വിളിച്ചു കരഞ്ഞിട്ടും വല്യേട്ടത്തി അല്ലാതെ മറ്റാരും ആ വാതിൽ കടന്നു വന്നില്ല. വല്യേട്ടത്തിയുടെ പദം പറഞ്ഞുള്ള കരച്ചിലിനൊടുവിൽ ആരൊക്കെയോ എന്നെ കോരിയെടുത്തത് ഓർമ്മയിലുണ്ട്. കണ്ണു തുറക്കുമ്പോഴൊരു ആശുപത്രി മുറിയിലായിരുന്നു. ബോധം വീണ്ടെടുത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദിവസങ്ങൾ മുമ്പ് വരെ വീർത്തു നിന്ന വയർ ശൂന്യമായി കഴിഞ്ഞിരുന്നു. മാറിടം ചുറ്റിനും പാൽമണമുള്ള ഒരാളിനെ തിരഞ്ഞു. കണ്ടില്ല, കണ്ടു കിട്ടിയില്ല. ഒടുക്കം ഒരു നോക്ക് കാണാൻ വന്ന വല്യേട്ടത്തി പറഞ്ഞറിഞ്ഞു, ജീവനോടെയല്ല എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നതെന്ന്. അലറിക്കരഞ്ഞ് ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ഓരോ കരച്ചിലിലും ഓരോ നിലവിളിയിലും തുന്നിക്കെട്ടിയതെന്തൊക്കെയോ പൊട്ടിപ്പോകുന്ന വേദന ദേഹമാകെ പരക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ നിലവിളിച്ചു. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വേദനകളെ മറികടന്നു. വിധിയുടെ ക്രൂരമായ മുഖം നോക്കി അലറി വിളിച്ചു. ആരോട് പരാതി പറയാനാണ്? ഒക്കെ എൻ്റെ വിധി തന്നെയാണ്. എനിക്ക് വേണ്ടി ഈ ലോകത്തെ തന്നെ ചേർത്ത് നിൽക്കുമെന്ന് വാക്ക് തന്നൊരുവൻ ആരുടെയോ കത്തിമുനയ്ക്കിരയായപ്പോൾ തകർന്നു പോയതല്ലേ എൻ്റെ സ്വപ്നങ്ങൾ. ഉള്ളിലൊരു പ്രതീക്ഷയെ നിറച്ചാണല്ലോ അവൻ പോയതെന്ന സമാധാനവും അസ്തമിച്ചിരിക്കുന്നു. പ്രസവരക്ഷയോ തേച്ചുകുളിയോ ഒന്നുമില്ലാതെ ഞാൻ ആ ഇരുട്ടുമുറിയിൽ കഴിച്ചുകൂട്ടി. പിന്നെയൊരു ദിവസം നീലയിൽ ചുവന്ന പൂക്കളുള്ള ഒരു പട്ടുസാരിയുമായി വല്യേട്ടത്തി വീണ്ടും വന്നപ്പോഴാണ് ഞാൻ സൂര്യപ്രകാശം കാണുന്നത്. ഇന്നെൻ്റെ വിവാഹമാണത്രേ. ഞാൻ പ്രതികരിച്ചതേയില്ല. ഏട്ടത്തെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ദേഹമാകെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചു. മുഷിഞ്ഞ ഗന്ധം മാറാനും തലനിറയെ മുല്ലപ്പൂക്കൾ വെച്ചെന്നെ അണിയിച്ചൊരുക്കി.
തങ്കവളയും മാലയും ഒക്കെയിട്ട് തറവാടിൻ്റെ മുറ്റത്തെ വിവാഹപ്പന്തലിലിരുത്തി. ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ സീമന്തരേഖ ചുവപ്പിക്കാൻ മറ്റൊരുവനായിരുന്നു സ്വപ്നം കണ്ടത്. എന്നാൽ ആ സ്ഥാനത്തിന്ന് ഇതുവരെ കണ്ട് പരിചയം പോലും ഇല്ലാത്ത ഏതോ ഒരപരിചിതൻ. ഞാൻ അയാളെ നോക്കി ഉറക്കെ ചിരിച്ചു. എന്നെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് തലയ്ക്ക് ന്യൂസുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും വീണ്ടും ഉറക്കെ ചിരിച്ചു. ഞാൻ മറ്റൊരാളുടേതാണെന്നും അയാളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിരുന്നുവെന്നും ഞങ്ങളുടെ കുഞ്ഞും മരിച്ചു പോയെന്നും പറഞ്ഞു. പന്തലിൽ നിന്ന് ആദ്യം വലിച്ചിഴച്ചത് കുഞ്ഞേട്ടനായിരുന്നു. വന്നവർ പരസ്പരം പിറുപിറുക്കുകയും ചെക്കൻ കൂട്ടർ ഇതിനിടയിൽ വിവാഹം ഒഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. കുഞ്ഞേട്ടൻ കലി തീരുന്നതുവരെ തല്ലി. ദേഹത്ത് വീഴുന്ന ഓരോ അടിക്കും ഞാൻ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞതൊരു കളവായിരുന്നില്ലേ എന്ന് ഞാൻ കുഞ്ഞേട്ടൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് ചോദിച്ചു. തരില്ലെന്നറിയാമായിരുന്നത് കൊണ്ടാണ് ചോദിക്കാഞ്ഞത്. ദുഷ്ട എന്ന് വിളിച്ച മനുഷ്യൻ്റെ മുടിയിൽ പിടിച്ച് വലിക്കുമ്പോൾ ഭ്രാന്തുള്ളവർക്ക് ഭയങ്കര ആരോഗ്യമാണെന്നും അവൻ്റെ ജീവൻ പോകും മുമ്പ് ആ പെണ്ണിനെ ആരെങ്കിലും പിടിച്ചു മാറ്റുന്നും ഏതോ കാരണവർ പിന്നിൽ നിന്നും പറയുന്നത് കേട്ടു. ഭ്രാന്ത്. ഞാൻ പിന്നെയും പിന്നെയും ഉറക്കെ ചിരിച്ചു, എൻ്റെ വേദന ശമിക്കുന്നത് വരെ. പിന്നീടവർ എന്നെ ആ ഇരുട്ടുമുറിയിൽ പൂട്ടിയിടുമ്പോൾ കാലിലൊരു ചങ്ങലയുണ്ടായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളെ, സന്തോഷങ്ങളെ, എന്തിന് ജീവിതത്തെ തന്നെയാ ചങ്ങലക്കണ്ണികൾ വേദനിപ്പിച്ചു. എനിക്ക് നോവുന്നതായി ഞാൻ ഭാവിച്ചില്ല. ഭൂതവും ഭാവിയും ഒന്നും അറിയാത്തവളെപ്പോലെ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഭ്രാന്തിയെ ചങ്ങലക്കിട്ടത്രേ. അതെ, ഭ്രാന്തിയുടെ സ്വപ്നങ്ങളെയും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.